യാക്കോബിൻ്റെ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 6 മുതൽ 8 വരെയുള്ള വളരെ പരിചിതമായ വാക്യങ്ങളാണ് നമുക്ക് വായിച്ചു കേൾക്കാം. എന്നാൽ അവൻ അധികം കൃപ നൽകുന്നു, അതുകൊണ്ട് ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുകയും താഴ്മയുള്ളവർക്ക് കൃപ നൽകുകയും ചെയ്യുന്നെന്ന് പറഞ്ഞിരിക്കുന്നു. ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവീൻ, പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. ദൈവത്തോട് അടുത്ത് ചെല്ലുവീൻ, എന്നാൽ അവൻ നിങ്ങളോട് അടുത്ത് വരും. പാപികളെ മതി. യാക്കോബ് അപ്പോസ്തലൻ ഈ 3 വാക്യത്തിനകത്തു നിന്ന് പറഞ്ഞിരിക്കുന്ന ആശയത്തിൽ നിന്ന് 3 ആത്മീക സന്ദേശങ്ങൾ നിങ്ങളോട് പറയാനാണ് ഞാൻ കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടുന്നത്. അപ്പോസ്തലൻ പറയുക, ദൈവത്തോട് അടുത്തു ചെല്ലുവീൻ. അന്നേരം എന്ത് സംഭവിക്കുമെന്ന് എഴുതിയിട്ടുണ്ട്. ദൈവം നിന്നോട് അടുത്തു വരും. 2, താഴ്മയോടെ ദൈവത്തോട് അടുത്തു ചെല്ലുവീൻ, ദൈവം നിന്നെ കൃപ കൊണ്ട് അലങ്കരിക്കും. 3, പിശാചിനോട് എതിർത്തു നിൽപ്പീൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. ഈ 3 കാര്യത്തിനകത്തു നിന്ന് നിങ്ങളോടുള്ള ഒരാത്മീക സന്ദേശം എനിക്ക് അനുവദിക്കപ്പെട്ട സമയം ആത്മനിയോഗത്തോടെ പറയാനാണ് ഞാൻ കൃപയിൽ ശരണപ്പെടുന്നത്. ഈ യാക്കോബ് അപ്പോസ്തലൻ വെളിപ്പെടുത്തുകയാണ്, ദൈവത്തോട് അടുത്തു ചെല്ലുവീൻ. ദൈവത്തോട് വലിയ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ദൈവസന്നിധി വരാൻ എളുപ്പമാണ്, ദൈവത്തോട് അടുക്കാൻ വലിയ പ്രയാസമാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തോട് അടുക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളോട് പറയാം, സ്തോത്രം, ഒരിക്കൽ ദൈവത്തോടടുത്തവൻ പിന്നെയും പിന്നെ അടുക്കാൻ കൊതിക്കും. കാര്യം, അടുക്കും തോറും അവൻ അനുഭവിക്കുന്ന കൃപ വലുതാണ്. ദൈവത്തിന് സ്തോത്രം. ഒന്നുകൂടെ ഞാൻ പറയാം, ഹല്ലേലൂയ. ഒത്തിരി പേരെ പിശാച് കൊണ്ടു നടക്കുന്ന ആൾക്കാരുണ്ട്. സ്തോത്രം. ഒത്തിരി പേരെ കൊണ്ടു നടക്കുന്നത് പിശാചാണ്. എന്നാൽ ഒത്തിരി പേരെ കൊണ്ടു നടക്കുന്നത് ദൈവാത്മാവാണ്. സ്തോത്രം. ശ്രദ്ധിച്ചു കേൾക്കണം. ഞാൻ നിങ്ങളോടൊരു സന്ദേശം പറയാം. ദൈവത്തോട് അടുക്കാൻ കൊതിയുള്ള ഒത്തിരി ആൾക്കാരുണ്ട്, അടുക്കാൻ ഒത്തിരി തടസ്സമുള്ളവരുമുണ്ട്. ഇന്ന് ഞാൻ പറയാം, ഏതു തടസ്സവും നീക്കി ദൈവത്തോട് അടുക്കണം. നിന്നെ ദൈവത്തോട് അടുപ്പിക്കാത്ത ചിന്താമണ്ഡലം, പ്രവൃത്തി മണ്ഡലം, ഓർമ്മ മണ്ഡലം, ബുദ്ധിമണ്ഡലത്തിലൊക്കെ പിശാച് എന്തെങ്കിലും ഡിപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം നിന്റെ ഉപബോധ മനസ്സിൽ നിന്ന് ഇന്ന് വേരോടെ പിഴുതെറിയണം. ഒരാമയും പറഞ്ഞാട്ട്. ഇന്നിവിടെ നടക്കാൻ പോകുന്നേ ദൈവത്തിൻ്റെ കിങ്ഡം ഇവിടെ പണിയാൻ പോവാ. പിശാചിൻ്റെ കിങ്ഡം ഇവിടെ തകർന്നു വീഴണം. ഒരാമയും പറഞ്ഞാട്ട്. അതുകൊണ്ട് ഞാൻ തുടക്കത്തിലേ പറയാം, അന്ധകാരത്തിൻ്റെ അംശം ഒട്ടും നിന്നിൽ ഉണ്ടാകരുത്. ഒന്നുകൂടെ പറയാം, ദുഷ്ടൻ്റെ ഒരു വിത്തും നിൻ്റെ അകത്ത് ഉണ്ടാകരുത്. ഉണ്ടെങ്കിൽ ഇന്നത്തെ ശുശ്രൂഷ അതിനെ വേരോടെ പിഴുതെറിയുന്ന ശുശ്രൂഷയാണ്. ഓ ഹല്ലേലൂയ. ഞാൻ വലിയൊരു പ്രോത്സാഹനം തരുക, ദൈവത്തോട് അടുക്കണം. നിങ്ങൾ ശ്രദ്ധിക്കണം. സ്തോത്രം. അടുത്ത് നിൽക്കുമ്പോൾ ദൈവത്തിൻ്റെ പ്രത്യേകത, ദൈവം നിന്നോടടുക്കും. ദൈവം അടുക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ മുഴുവൻ സന്നാഹങ്ങളും നിന്നോടടുക്കും. ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം, നീ ഒരു ദൈവപ്രവൃത്തിയുടെ മുമ്പിലാണ് നിൽക്കുന്നത്. അത് പല സ്വപ്നത്തിലൂടെ, ദർശനത്തിലൂടെ, വെളിപ്പാടിലൂടെ നിനക്കത് ലഭിച്ചിട്ടുണ്ട്. പക്ഷെ ഒരു ചോദ്യം, ഞാൻ കണ്ട സ്വപ്നം, ഞാൻ കേട്ട പ്രവചനം, ഞാൻ പ്രാപിച്ച ദൂത് എന്തുകൊണ്ട് നിറവേറുന്നില്ല? ഒറ്റ തടസ്സമേ ഉള്ളൂ, പിശാചല്ല തടസ്സം, തടസ്സം നീയാ. എന്താ തടസ്സം? നിന്നെ ദൈവത്തോട് അടുപ്പിക്കാത്ത ഏതോ ശക്തി നിന്നെ വലിച്ചോടിച്ചോണ്ട് നടക്കുക. ഇന്ന് ഹോളി സ്പിരിറ്റ് പറയുക, അടുക്കാൻ തുടങ്ങ്, ചേർന്നിരിക്കാൻ തുടങ്ങ്. ജനിച്ചിട്ട് ഇതുവരെ നടക്കാത്ത ചില കാര്യം ഈ ദിവസങ്ങൾക്കുള്ളിൽ നിന്റെ കുടുംബത്തിൽ നടക്കാൻ പോവാ. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാനൊരു ശബ്ദം ദൈവത്തിൽ നിന്ന് കേൾക്കുവാണ്. ആ ശബ്ദം ഇങ്ങനെയാണ്, നീ ജനിച്ചിട്ട് ഇന്ന് ദിവസം വരെ നിന്റെ കണ്ണുകൊണ്ട് കാണാത്തൊരു ദൈവപ്രവൃത്തി ഈ ദിവസങ്ങളിൽ നിന്റെ കുടുംബത്തിലുണ്ട്. ഒരാമയും വരുന്നില്ല. ഇച്ചിരൂടെ മനസ്സിലാക്കുന്നവർക്കായി സ്തോത്രം ചെയ്യുക.
അതിന് അനിപ്പാസ്റ്റ് തലേ കൈവെക്കണ്ട. ദൈവത്തിന് സ്തോത്രം. അഭിഷേകമുള്ളവനെ തപ്പിച്ചെല്ലണ്ട. ഒറ്റ കാര്യം നീ ചെയ്താൽ മതി, അടുക്കാൻ തീരുമാനിച്ചാൽ മതി. വചനം പറയാം, നീ അടുത്താൽ നിന്നോട് ഞാൻ അടുക്കും. നീ ഇച്ചൂരോട് അടുത്ത ഇച്ചൂരോട് ഞാൻ അടുക്കും. എത്ര പേർക്ക് ആമീൻ പറയാൻ പറ്റും?